ഹായ് ഹലോ എൻ്റെ എല്ലാ മുത്തുമണീസിനും നമ്മുടെ അടുത്ത വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഒരു വെജിറ്റബിൾ കുറുമ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അപ്പവും ഈ ഒരു കുറുമക്കറി ഉണ്ടാക്കി. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ പിടിച്ചതാണ്. പല രീതിയിലും ഉണ്ടാക്കാം, ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തും ഒക്കെ ഉണ്ടാക്കാം. ഇത് വളരെ പെട്ടെന്ന് ഇന്നിപ്പോൾ സ്കൂളൊക്കെ പോകുന്ന ടൈമൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് കുതിർത്തിട്ട് അതും ഉരുളക്കിഴങ്ങും പച്ചമുളകും കൂടെ ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കുകയാണ്. നമുക്ക് ക്യാരറ്റ്, കോളിഫ്ലവർ, ബീൻസ് അങ്ങനെയൊക്കെ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പം ഗ്രീൻ പീസും നമ്മുടെ പച്ചമുളക്, ഉരുളക്കിഴങ്ങ് ഇത്രയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇട്ടയ്ക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്കൊരു ഇച്ചിരി തേങ്ങ, ഒരുപാട് തേങ്ങയൊന്നുമില്ല, വളരെ കുറച്ച് തേങ്ങ എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് അതിലേക്ക് ഞാൻ ചേർക്കുന്ന മസാലകളെന്ന് പറയുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ പെരിഞ്ജീരകം പൊടിച്ചത്, ഇത്രയുമാണ്. അത് ഞാനൊന്ന് ചൂടാക്കിയതിന് ശേഷമാണ് ഈ തേങ്ങയിലോട്ടിട്ട് ഇത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കുന്നത്. എന്നിട്ട് ആ അരപ്പാണ് നമ്മൾ ഇതിലോട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് ചേർക്കേണ്ടത്. അപ്പോൾ എന്തായാലും കുക്കറിലിരുന്ന് ഇത് നന്നായിട്ട് വേവട്ടെ. ആ സമയം നമുക്ക് പെട്ടെന്ന് കലക്കി ചുടുന്ന അപ്പം ഉണ്ടല്ലോ, അതാണ് ഉണ്ടാക്കുന്നത്. അജ്മിയുടെ പൊടിയാട്ടോ എടുത്തത്. ആ പൊടിയിൽ ആവശ്യത്തിന് ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം എടുക്കുക. ആ വെള്ളം എടുത്ത് നന്നായിട്ട് ഈ അപ്പത്തിൻ്റെ ഈ ഉണ്ടാക്കുന്ന രീതി ഞാൻ പല പ്രാവശ്യം വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. നന്നായിട്ട് ലൂസായിട്ട് ബാറ്റർ തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഗ്രീൻ പീസും പൊട്ടറ്റോയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഒത്തിരി വെന്ത് പോകരുത്, നമുക്കറിയാമല്ലോ പാകത്തിനുള്ളൊരു വേവ്. ഈ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസൊക്കെ ഒരുപാട് വെന്തങ്ങ് കലങ്ങിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോകും, ഒരു തരം കട്ട പോലെ ആയിപ്പോൾ. അപ്പോൾ എപ്പോഴും ഗ്രീൻ പീസ് നമ്മൾ വേവിക്കുന്ന ടൈമിൽ ഒരു മീഡിയം വേവുണ്ട്, ആ ഒരു രീതിയിൽ എടുക്കാം. കോളിഫ്ലവറും ക്യാരറ്റ്, ബീൻസൊക്കെ ഇട്ടുള്ള വെജിറ്റബിൾ കറി ആണെങ്കിൽ കുട്ടികൾക്ക് വളരെ നല്ലതാണ്. കഴിക്കാത്ത കുട്ടികൾ പോലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എരിവൊക്കെ കുറച്ചുണ്ടാക്കണം കേട്ടോ. അപ്പോൾ അവരെന്തായാലും കഴിച്ചോളും. അപ്പോൾ അതേ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ ബാറ്റർ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ലൂസായിട്ട് തന്നെ എടുക്കണം കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കണം. അപ്പത്തിന് നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതിൽ ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട്, നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അത് വേറൊന്നുമല്ല, 2-3 ചെറു ഉള്ളി നമുക്ക് ചെറുതായിട്ട് കുഞ്ഞായിട്ട് കുനുകുനൂന്ന് അരിഞ്ഞിട്ട് അതും കൂടെ നമുക്ക് ഈ മാവിലോട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് പണ്ടുള്ളവരൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ചെറുജീരകമൊക്കെ ചിലവർ ചേർക്കാറുണ്ട്, തേങ്ങ ചേർക്കാറുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടം. നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് നമ്മുടെ ജോലി തീർക്കാനുള്ള എളുപ്പത്തിനാണ് ഞാനിവിടെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് തയ്യാറാക്കി ഇതേ മാവ് ഞാൻ മാറ്റി വെച്ചു. അങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട കേട്ടോ. അപ്പം തന്നെ കലക്കുക, അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. അപ്പോൾ നമ്മുടെ വെജിറ്റബിളൊക്കെ ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കറി തയ്യാറാക്കാനായിട്ട് പോകാം. അപ്പോൾ ഒരു ചീനിച്ചട്ടി എടുത്ത് വെക്കുക. പക്ഷേ അതിൻ്റെ ഇടയിൽ കറിവേപ്പില പറിക്കാൻ ഞാൻ പോയപ്പോൾ കുറച്ച് കറിവേപ്പില അങ്ങ് അധികം പറിച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം എപ്പോഴും ഓടിപ്പോയി പറിക്കണ്ടല്ലോ. ഇത് പറിച്ച് നമുക്ക് ഒരു കുപ്പിയിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ ഇരുന്നോളുമല്ലോ. അപ്പോൾ ഞാനിത് ഇവിടെ നമ്മുടെ കറിയുടെ തയ്യാറെടുപ്പാണ്. ചീനിച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുവൊക്കെ തളിച്ചിട്ട് നമ്മളെ സവാളയും വെളുത്തുള്ളി ചതച്ചതും ഇട്ട് കൊടുത്തു, പിന്നെ തക്കാളി ഇട്ട് കൊടുത്തു. നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിൽ നമ്മൾ പൊടിയൊന്നും ചേർക്കില്ല, നമ്മൾ ആ അരച്ചു വെച്ചേക്കുന്ന മിക്സാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒന്ന് വാടി വരണം. അപ്പോൾ കുറച്ച് പിന്നെ നമ്മുടെ ഉപ്പ് ലേശം ഇട്ട് കൊടുക്കുക. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ കുക്കറിൽ വെജിറ്റബിൾ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇടുന്നുണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഉപ്പിടേണ്ടത്. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ സവാളയും തക്കാളിയും പിന്നെ വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി നല്ല രീതിയിൽ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വാടിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടില്ലേ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് മസാല അതിൻ്റെ പച്ചമണം മാറ്റി നമ്മൾ ആ തേങ്ങയിൽ അരച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിന് വളരെ കുറച്ച് തേങ്ങ, ഒരു പേരിന് ഞാൻ കുഞ്ഞു ജാറിൽ ആണ് അടിച്ചെടുത്തത്. അപ്പോൾ അത്രയ്ക്കുള്ള തേങ്ങയും ഞാൻ എടുത്തിട്ടുള്ളൂ. അതെ, ഇതൊന്ന് കലക്കി കഴുകി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വാടി വന്നതിന് ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കും. ഇനി ഇത് തിളച്ച് വരുന്ന സമയം നമ്മൾ വെന്തിരിക്കുന്ന നമ്മുടെ ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി. എന്നാന്ന് വെച്ചാൽ ചീനിച്ചട്ടി ചെറുതായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് തട്ടി കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വേവേ പാടുള്ളൂ. നമുക്ക് എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം ഏകദേശം എന്ത് വേവാണ് ആയിരിക്കുന്നത് എന്നുള്ളതൊക്കെ. അപ്പോൾ അത് ഇനി കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിക്കുമ്പം അതിൽ നിന്ന് എന്തായാലും ഓവറായിട്ട് വെളിയിൽ പോകും.
അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത് നേരെ കുക്കറിലോട്ട് തന്നെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് പാകത്തിന് വെള്ളമൊക്കെ ചേർക്കാം. കണ്ടോ, കുറച്ച് മല്ലിയിലയും കൂടെ ഞാൻ നമ്മുടെ നാടൻ മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ പച്ചയ്ക്കും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. മല്ലിയില ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഈ കളറ് വന്നേക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ വറുത്ത് ചേർത്തതുകൊണ്ടാണ് ഈ ഒരു കളറ്. നമ്മൾ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റും ആ ഒരു ഇതുമാണ് ഇതിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നു. അപ്പോൾ ഒരുപാട് നമ്മളിട്ട് കുറുകി എടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്രീൻ പീസ് കറി എപ്പോഴും ഇച്ചിരി ലൂസായിട്ട് ഉണ്ടാക്കി വെക്കുക കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതൊന്നൊരു തിക്നെസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ ഉപ്പും മറ്റ് മസാലയൊക്കെ കുറവുണ്ട്, അതൊക്കെ അനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ എനിക്കൊരു ഇച്ചിരി ഉപ്പ് കുറവായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റി കറിയാട്ടോ. ഇതിൽ ക്യാരറ്റും കോളിഫ്ലവറും കൂടെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. രാവിലെയൊക്കെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന ടൈമാണെങ്കിലും വെജിറ്റബിൾ കുറുമയ്ക്കൊന്നും ഒത്തിരി സമയമൊന്നും വേണ്ട. അതുപോലെ തേങ്ങ കഴിക്കാൻ പാടില്ലാത്തവർക്കാണെങ്കിലും അതിന് മാത്രം തേങ്ങയൊന്നും നമ്മളിതിൽ ചേർക്കില്ല. വളരെ കുറച്ച് തേങ്ങ മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി നമ്മുടെ വെജിറ്റബിൾ കുറുമ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ അപ്പവും കൂടെ ഉണ്ടാക്കണം. ഈ ഒരു അപ്പം എൻ്റെ മോന് ഒട്ടുമേ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ എന്ത് ചെയ്യാനാണ്, അപ്പം അരയ്ക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പണിയും കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കറിവേപ്പിലേക്ക് ഇതുപോലെ ഒന്ന് ഇറുത്തെടുത്ത് ഒരു കുപ്പിയിലാക്കി അടച്ച് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. കറിവേപ്പില വാടി പോകത്തില്ല. അപ്പോൾ ഇത് ഒരു എളുപ്പമുള്ള രീതി മിക്കവരും ചെയ്യുന്നത് തന്നെയായിരിക്കും. പക്ഷേ കവറിലിട്ട് കുറേ പേര് വെക്കാറുണ്ട്, പ്ലാസ്റ്റിക് കവറിൽ. പക്ഷെ അത് പെട്ടെന്ന് വാടിപ്പോട്ടോ. എത്ര നാളാണെങ്കിലും ഒരു പ്ലാസ്റ്റിക് കുപ്പിയിലിട്ടാണ് നമ്മളിത് വെക്കുന്നതെങ്കിൽ കുറേ നാളിങ്ങനെ തന്നെ ഇരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ചെയ്ത് അങ്ങനെ പരിചയമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഈ ട്രിക്കൊക്കെ ഒന്ന് യൂസ് ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ആ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നേരെ ഫ്രിഡ്ജിൽ നമ്മുടെ ഡോറിൽ വെച്ചിരുന്നാൽ മതി കേട്ടോ. ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കുന്നതായിരിക്കും കുറച്ചും കൂടെ സേഫ്. മറ്റേത് അപ്പോൾ കൂളിങ് അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടത്തില്ല. അപ്പോൾ ആ പണി കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, കുറച്ച് പാത്രം ഒന്ന് വാഷ് ചെയ്യാനുണ്ടായിരുന്നേ. അപ്പോൾ ആ പാത്രമൊക്കെ ഒന്ന് വാഷ് ചെയ്തിടണം. എനിക്ക് എന്തെങ്കിലും പണി കഴിഞ്ഞാൽ അപ്പോൾ ഉള്ള പാത്രങ്ങൾ അപ്പോൾ തന്നെ കഴുകണം. എനിക്ക് കിച്ചണിൽ എപ്പോഴും ഈ പാത്രങ്ങൾ അങ്ങനെ നിരന്ന് കിടന്ന് അങ്ങനെ എനിക്ക് എന്തോ ഒരു ഇഷ്ടമില്ലായ്മയാണത്. മാക്സിമം ഞാൻ അപ്പോൾ തന്നെ കഴുകി വയ്ക്കുക. ബൈ ചാൻസ് എൻ്റെ മോൾ എന്തെങ്കിലും പിണക്കം കാണിക്കുകയോ കരയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ എനിക്ക് പാത്രങ്ങൾ ഞാൻ അങ്ങനെ ഇട്ടയ്ക്കുള്ളൂ. അപ്പോൾ എപ്പോഴും ഈ സ്ലാബ് തുടയ്ക്കില്ല. അതൊക്കെ ഞാനിപ്പോൾ ചെയ്തതുകൊണ്ട് ചെയ്തു എന്ന് പറയണേ അല്ല കേട്ടോ. എൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. വേറെ എന്തൊക്കെയാണ് എൻ്റെ മുത്തുമണീസിലൊക്കെ എന്താണ് വിശേഷം പറയൂ. പെരുന്നാളൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു പോയി. അപ്പോൾ വേറെന്താണ് വിശേഷം. ഇതിപ്പോൾ വൈകിട്ട് ഇന്നലെ രാത്രി ഞങ്ങളുടെ ഭക്ഷണമായിരുന്നു കേട്ടോ. അപ്പവും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു വീഡിയോ എടുക്കാമെന്ന്. ഞാൻ ഇന്ന് കപ്പങ്ങ വെച്ചിട്ട് നമ്മുടെ പപ്പായ ഇല്ലേ, പച്ച പപ്പായ, അത് വെച്ചിട്ടൊരു മോരുകറി ഉണ്ടാക്കി. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇനി എപ്പോഴെങ്കിലും ഇടുമ്പോൾ ഉണ്ടാക്കട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ ആ മോരുകറി. നല്ല ടേസ്റ്റും പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ പാത്രം കഴുകലൊക്കെ അത് അങ്ങനെ അങ്ങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പണിയെന്ന് പറയണത് നമ്മുടെ അപ്പം ഉണ്ടാക്കലേ ഉള്ളൂ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അപ്പമാണ്. ഈ സാധാരണ ഇക്കാനെ അപ്പം പാനിൽ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിക്ക് ഉണ്ടാക്കണം. മോൻ അങ്ങനെ പാടില്ല, അവന് ചെറിയ അപ്പം മതി. കലക്കപ്പമല്ല, അതിനങ്ങനെ പ്രത്യേകിച്ച് ഷേപ്പൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മളെങ്ങനെ ഒഴിക്കുന്നോ അതനുസരിച്ച് ആ പാത്രത്തിൻ്റെ ഒരു രീതി വെച്ചിട്ട് അതങ്ങ് പോകും അല്ലേ. അത് മിക്ക ഉണ്ടാക്കുന്നവർക്ക് അതറിയാമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇന്നലെ രാത്രി ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഇന്ന് പകൽ അത്യാവശ്യം കുഴപ്പമില്ല, നല്ല വെയിലൊക്കെ ഉണ്ട്. അങ്ങനെ പോണു. അങ്ങനെ നമ്മുടെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ അങ്ങ് കഴിഞ്ഞു. ഇനി നേരെ അപ്പവും കൂടെ ഉണ്ടാക്കി. മൊയ്ക്ക വന്നിട്ടില്ലേക്ക് പുറത്താണ്. 8:30-9 മണി ആയെന്ന് തോന്നുന്നു ഇന്നലെ രാത്രി വന്നപ്പോൾ. പുറത്ത് പോയതാണ്. അപ്പം മോന് ഫുഡ് കൊടുത്തു. മോക്ക് ഞാൻ കുറച്ച് നേരത്തെ തന്നെ ചോറൊക്കെ കൊടുത്തായിരുന്നു. 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ അവൾക്ക് ചോറ് കൊടുത്തു. അപ്പോൾ ആ പണി കഴിഞ്ഞു. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കുന്ന പരിപാടി. ഈ അപ്പത്തിന് പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ കാണിക്കാനൊന്നുമില്ല. എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന അപ്പമൊക്കെ തന്നെ കേട്ടോ. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പമാണ്. അപ്പോൾ അതേ പാൻ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഞാൻ ഇച്ചിരി പാം ഓയിൽ തൂകാറുണ്ട് കേട്ടോ പാനിൽ. നന്നായിട്ടൊന്ന് എപ്പോഴും തൂക്കണമെന്നില്ല. 2-3 അപ്പമൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ ഉണ്ടാകും. എൻ്റെ പാനിൻ്റെ നടുക്ക് കുറച്ച് അതിൻ്റെ ആ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ആ ഒരു ഇത് വിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കൊന്ന് എണ്ണ തൂകുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ എണ്ണയൊക്കെ തൂകിയിട്ട് അതിനുശേഷം നല്ല ചൂടായി വരണം കേട്ടോ. പാനൊന്ന് ചൂടാവണം. എന്നിട്ട് നല്ല ലൂസ് ഇതുപോലെ നമ്മുടെ ബാറ്ററി ഇരിക്കണം കണ്ടോ.
അപ്പോൾ ഇത്രയും ലൂസാക്കി എടുത്തതിന് ശേഷം നമ്മുടെ പാൻ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ എണ്ണയൊക്കെ തൂക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മാവ് നോക്കുക കേട്ടോ. മാവിന് കുറച്ച് കട്ടിയായിട്ട്, കാരണം എന്ത് ചെയ്ത് നല്ല ലൂസായിട്ട് ഈ പാനിൽ ഇങ്ങോട്ട് ഒഴുകി നടക്കണം. അപ്പോൾ കുറവൊക്കെ ഒരു കട്ടി തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് വെള്ളവും കൂടെ തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇക്കാൻ ഇങ്ങനെ പാൻ കവർ ചെയ്ത് നിൽക്കുന്ന രീതിക്ക് അപ്പത്തിന് വലിപ്പം വേണം. എന്നാൽ മോനാണെങ്കിൽ ചെറിയൊരു ഷേപ്പൊക്കെ മതി. അപ്പോൾ അങ്ങനെ നമ്മുടെ അപ്പോൾ ഇത് ഞാൻ ഇതിന് മുന്നേയൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ അപ്പത്തിന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം, വലിയ ഹാർഡൊന്നുമല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം തന്നെയാണ്. ഇതിൽ നമ്മൾ ചെറുള്ളിയും തേങ്ങയും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കണമെങ്കിൽ നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് അപ്പോൾ മോന് വിശന്ന് തുടങ്ങിയെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ അവന് ബീഫ് കറി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കുറച്ച് ഇന്നലെ ഉണ്ടാക്കിയത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഗ്രീൻ പീസ് കറി വേണ്ട ഉമ്മ, ബീഫ് കറി മതിയെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതൊന്ന് ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ചൂടാക്കി അവന് കൊടുത്തു. ഇക്കാന് ബീഫ് ഞാൻ അങ്ങനെ ഇപ്പം അധികം ഒത്തിരി കഴിക്കില്ല. ചെറിയ രീതിക്ക് ഈ ഫാറ്റി ലിവറിൻ്റെ ഒരു ഇതുള്ളത് കൊണ്ട് ഡോക്ടർ ബീഫ് ഒത്തിരി കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇക്ക അതനുസരിച്ചിട്ടേ കഴിക്കാറുള്ളൂ. അല്ലെങ്കിലും രാത്രി ഫുഡ് കഴിക്കൽ വളരെ കുറവാണ്. ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും മതിയെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കും ആൾ. അത് പണ്ട് തൊട്ടേ ഉള്ള ഒരു ശീലമാണ്. ഫ്രൂട്ട്സിനോട് വലിയ താല്പര്യം ഉള്ളതുകൊണ്ട് ഫ്രൂട്ട്സിനോടാണ് കൂടുതലും ഇഷ്ടം. അങ്ങനെ ഞാൻ ബീഫ് കറിയും കൂടെയൊക്കെ റെഡിയാക്കി ചൂടാക്കി ഞാൻ എല്ലാം എടുത്തിട്ടുണ്ട്. വേറെ എന്തൊക്കെയാണ് വിശേഷം പറയൂ. ഇപ്പോൾ ഞാൻ ഈ സൗണ്ട് കൊടുക്കുന്ന സമയം എപ്പോഴെന്നറിയാവോ? പിറ്റേ ദിവസം വൈകിട്ട് 3:30 കേട്ടോ. വൈകിട്ട് 3:30 മോനൊക്കെ സ്കൂളിൽ നിന്ന് വരാൻ ടൈമായി വരികയാണ്. ചായ ഇട്ട് വെച്ചു. അപ്പോൾ ചെറുകടിയോ എന്തെങ്കിലും അല്ലെങ്കിൽ ബിസ്ക്കറ്റ് അതൊക്കെയാണ് പുള്ളിക്ക് ഇഷ്ടം. അപ്പോൾ എന്തെങ്കിലും ഇക്ക മേടിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്, മോളും ഇക്കയും കൂടെ. അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് കറി ഞാൻ എടുത്ത് വെച്ചു. ചിലപ്പം തോന്നുകയാണെങ്കിൽ കഴിക്കട്ടെ. കാര്യം ചെയ്ത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഇതിപ്പോൾ ബീഫ് കറി ഉണ്ടെന്നുള്ളത് കൊണ്ട് ആൾ ഇനിയിപ്പം തൊടില്ലായിരിക്കും, അല്ലെങ്കിൽ കഴിച്ചോളും. കാര്യം പൊട്ടറ്റോ, ഗ്രീൻ പീസ്, ക്യാരറ്റ്, കോളിഫ്ലവർ ഇതൊക്കെ നമുക്ക് ഏറ്റവും നല്ല ഇതുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അത് ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, എരിവ് കുറച്ച് ഒക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ മക്കളൊക്കെ കഴിച്ചോളൂ. അങ്ങനെ നമ്മുടെ കറി, അപ്പം, ബീഫ് കറി കഴിഞ്ഞ ദിവസത്തെയാണ്, നന്നായിട്ട് ചൂടാക്കി അതെല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കഴിഞ്ഞ ദിവസത്തെ വൈകിട്ടത്തെ ഡിന്നർ വളരെ സിമ്പിളായിട്ട് ഈ രീതിയിൽ അങ്ങോട്ട് പോയി. വേറെ വിശേഷങ്ങളൊന്നുമില്ല. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. രാത്രി 10 മണിക്ക് നമ്മുടെ ലൈവ് വീഡിയോ ഉണ്ട്, അതിലും വരിക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.